ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് നിശ്ചയം മുടങ്ങിയപ്പോ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അത്രയും പേരും റിസപ്ഷനും ഇവിടെ ഉണ്ടാവണം. ഒരാള് പോലും മിസ്സാവരുത്. അന്നുണ്ടായ നാണക്കേട് എനിക്ക് ഇതിലൂടെ മാറ്റണം. രാവിലെ അമ്പലത്തിൽ പോയി താലികെട്ട്. അത് ഞാനും അർജുനും അവളും പിന്നെ ജയേട്ടനും അമ്മയും മാത്രം മതി. അതിന് വേറെ ആരും വരണ്ട. വൈകിട്ടത്തെ ഫംഗ്ഷന് മതി എല്ലാവരും. എല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ എന്റെ പഴയ സുഹൃത്ത് ദർശനെ കൂടി വിളിക്കണം. ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മാരകമായ വിഷം കൊണ്ടുള്ള കേക്ക് തന്നെ കൊണ്ടുവരാൻ പറയണം. ഇത്തവണ അത് മിസ്സാകില്ല എന്ന് ഉറപ്പും കൊടുക്കാം. വേറെ സംശയങ്ങളൊന്നുമില്ലെങ്കിൽ എല്ലാവർക്കും പോകാം. നീ എവിടെ പോകുന്നു? വാ. പുറത്തേക്കൊന്ന് പോണായിരുന്നു. ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട്. നിന്റെ ആവശ്യങ്ങളൊക്കെ ഇവിടെ വരും. ചോദിക്കാതെയും പറയാതെയും വരാനും പോകാനും നിന്റെ പഴയ ജീവിതമല്ലിപ്പോ. എന്റെ അനുവാദമില്ലാതെ എങ്ങോട്ടും പോവാൻ പറ്റില്ല. എനിക്കൊന്ന് പുറത്തു പോണം. അതിന് നിങ്ങളുടെ അനുവാദം എനിക്കെന്തിനാ? എന്റെ കെട്ടിയവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോവാൻ അനുവാദവും തന്നിട്ടുണ്ട്. ഭർത്താവ് പറയുന്നത് കേൾക്കും. അനുസരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അനുസരിക്കുകയും ചെയ്യും. അമ്മായി അനുസരിക്കാൻ കുറച്ച് പാടാ. ഇനിയിപ്പൊ നല്ല കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോ അനുസരിച്ചെന്ന് വരും. പക്ഷെ ഇങ്ങനെ എല്ലാത്തിനും ഓർഡർ ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നേരത്തെ മുറിയിൽ കയറി വന്ന് ഒരു സാധനം നിർബന്ധമായിട്ടും വേണോ എന്ന് പറഞ്ഞില്ലായിരുന്നോ? മണിമാലയുടെ കാര്യം തന്നെയാ. 30 ദിവസം തന്നിട്ട് എന്റെ മരണവും കൽപ്പിച്ച് പോയതല്ലേ. ഞാൻ ഈ വീട്ടിനകത്ത് ആ മുറിക്കുള്ളിൽ ചടഞ്ഞുകൂടിയിരുന്നാ അത് കിട്ടില്ല. അതിനായിട്ട് പലരെയും കാണേണ്ടിയും വരും, സംസാരിക്കേണ്ടിയും വരും. സമയം അനുവാദമൊന്നും നോക്കാതെ ഇതുപോലെ ചിലപ്പോ പോവേണ്ടിയും വരും. ദേ, മര്യാദയ്ക്കൊക്കെ ആണെങ്കില് ആഗ്രഹിച്ചത് കയ്യിൽ കൊണ്ടു തരും ഞാൻ. ഇനിയിപ്പോ അതല്ല, വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാനാണ് ഭാവമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല. ദേ, 30 ദിവസമല്ല 30 വർഷമായാലും ഞാൻ മുഖേനയല്ലാതെ നിങ്ങൾക്കത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ കൊള്ളാം.